ഹലോ ഗൈസ്, ഞാനിന്ന് നിൽക്കുന്നത് കോട്ടയം കുമരകത്താണ്. കോട്ടയം കുമരകത്തെ അധികാലം ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്നതിനുള്ള യാത്രാമധ്യയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പോകുന്ന വഴിക്ക് ഹൗസ് ബോട്ടുകളുടെ ഒരു നിര കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ നിർത്തിയതാണ്. ഹൗസ് ബോട്ടുകളാണ്, നിറയെ ഹൗസ് ബോട്ടുകളാണ് ഈ തോട്ടിൽ ഉള്ളത്. ഹൗസ് ബോട്ടിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ മണിക്കൂറിന് 1500 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പദ്ധതി ഉപേക്ഷിച്ചിട്ട് നേരെ അധികാലം ബോട്ട് ജെട്ടിയിലേക്ക് നടന്നു. ഈ കാണുന്നതാണ് കുമരകം ബോട്ട് ജെട്ടി. കറക്റ്റ് സമയത്ത് തന്നെ ഒരു വലിയൊരു ബോട്ട് ഇങ്ങോട്ട് വന്ന്, കടത്ത് ബോട്ടാണിത്. ഇത് നേരെ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലേക്ക് പോകുന്ന കടത്ത് ബോട്ടാണ്. 16 രൂപയാണ് ഈ ബോട്ടിൻ്റെ കടത്തുകൂലിയായിട്ട് വരുന്നത്. ഇതൊരു അത്യാവശ്യം നീളം കൂടിയ ഒരു ബോട്ടാണ്. ഈ ബോട്ടിന് തിരിക്കാനുള്ള കറക്റ്റ് വീതി മാത്രമേ ഈ ഭാഗത്തെ തോടിനുള്ളൂ. ഈ തോട്ടിലൂടെ ഏകദേശം 1 കിലോമീറ്ററും കൂടെ താഴേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ വേമ്പനാട്ട് കായലിൻ്റെ ഏറ്റവും വീതിയേറിയ ഭാഗത്തേക്ക് എത്താം. അവിടെ നിന്ന് ഏകദേശം 40 മിനിറ്റത്തെ ബോട്ട് യാത്ര ആലപ്പുഴ മുഹമ്മയിലേക്ക് എത്താം. വേമ്പനാട് കായലിൻ്റെ ഏറ്റവും വീതിയേറിയ ഭാഗത്തൂടെയാണ് ഈ ബോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്. ഫാമിലി ആയിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് വേമ്പനാട്ട് കായൽ മുറിച്ച് കടക്കാനായിട്ടുള്ള ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു മാർഗം കൂടിയാണ് ഈ ബോട്ട് എന്ന് പറയുന്നത്. ഈ ബോട്ടിലെ യാത്രയ്ക്ക് വെറും 16 രൂപ മാത്രമേ നമുക്ക് ചിലവാകുന്നുള്ളൂ. ഹൗസ് ബോട്ടിനൊക്കെ 1 മണിക്കൂർ നമുക്ക് വേമ്പനാട്ട് കായലിലൂടെ സഞ്ചരിക്കാൻ ഏകദേശം 1500 രൂപ മുതലാണ് അതിൻ്റെ ചാർജ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ചുരുങ്ങിയ ഒരു ചാർജ് തന്നെയാണ്. ഈ പാസഞ്ചർ ബോട്ടിൽ നമുക്ക് 8 ബൈക്ക് വരെ മാക്സിമം കയറ്റാനായിട്ട് സാധിക്കും. ബൈക്ക് യാത്രക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് ബൈക്ക് ഇവിടെ വെച്ചിട്ട് ബോട്ടിൽ കയറി അക്കരെ മുഹമ്മയിൽ ഇറങ്ങിയിട്ട് അടുത്ത ബോട്ടിൽ നിന്ന് തിരിച്ച് കുമരകം ബോട്ട് ജെട്ടിയിലേക്ക് വരാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ബൈക്ക് ഈ ബോട്ടിൽ കയറ്റി നമുക്ക് ആലപ്പുഴയിലേക്ക് പോവുകയും ചെയ്യാം. ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു വേമ്പനാട്ട് കായൽ യാത്രയാണിത്. താല്പര്യമുള്ളവരൊക്കെ പോവുക.